അപ്പോൾ ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അതുൽ, എൻ്റെ കൂടെ ഉള്ളത് സൽമയാണ്. നമുക്ക് ഇന്നത്തെ പത്രവാർത്തകൾ എന്തൊക്കെയാണ്, പത്രങ്ങളുടെ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്യാം. അപ്പം സൽമ തുടങ്ങിക്കോളൂ. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ പത്രത്തിലെയും ഫ്രണ്ട് പേജിൽ തന്നെ ഉള്ളത് മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യത്തിന് അവസാനം ആരാണെന്നുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് മനസ്സിലായിരുന്നല്ലോ, ചെന്നിത്തല പിണങ്ങി നിൽക്കുകയും ഇപ്പം ആഭ്യന്തരം തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയും അവസാനം അത് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതെല്ലാ പത്രത്തിനെയും ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രമേശിന് ആഭ്യന്തരം, ധനം മുഖ്യമന്ത്രിക്ക് എന്നുള്ളൊരു തലക്കെട്ടാണ്. ഏകദേശം എല്ലാ പത്രത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം മലയാള മനോരമയിലേക്ക് അത് വിശകലനം ചെയ്യുകയാണെങ്കിൽ അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ പ്രതിഷേധത്തിലായിരുന്ന രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരും. ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ വി.ഡി. സതീശൻ തയ്യാറായതോടെയാണ് ഒത്തുതീർപ്പിന് വഴി തെളിഞ്ഞത്. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെ വഹിക്കുമെന്നാണ് ഇപ്പോഴത്തെ ധാരണ. അപ്പൊ അങ്ങനെ ഒരു ധാരണയിൽ അവർ എത്തി, ഒരു സമവായത്തിൽ അവര് ഒത്തുചേർന്നു എന്നുള്ളത് നമ്മൾ ഇതും ഇക്കാര്യത്തിലും ഒരു പോര് പ്രതീക്ഷിച്ചിരുന്നു ജനങ്ങൾ. പക്ഷെ അതിനൊന്നും വഴിവെച്ചില്ല. അവർ ഒരു സമവായത്തിലെത്തി, 3 പേരും സമവായത്തിലെത്തി. ഇതിൽ കെ.സി. വേണുഗോപാൽ പക്വതയോടെയാണ് ഈ ഒരു തീരുമാനത്തെ വരവേറ്റത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പുഞ്ചിരിയോടെ, അദ്ദേഹത്തിനുള്ളിൽ അമർഷമുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം പാർട്ടി തീരുമാനിക്കുന്ന എന്ത് കാര്യം ഞാൻ അംഗീകരിക്കുന്നു, തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് തന്നെ അദ്ദേഹം അംഗീകരിച്ചു. പക്ഷെ നമുക്ക് കാണാൻ സാധിച്ചത് സീനിയോറിറ്റി ഉള്ള നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് ഇതിൽ പിണങ്ങി നിന്നത്. അപ്പം അദ്ദേഹം പിണങ്ങാൻ പിന്നെ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ അവസരമായിരുന്നു നഷ്ടമായത്. അപ്പം അദ്ദേഹത്തിന്റെ ആ പിണക്കമൊക്കെ മാറ്റിക്കൊണ്ട് ആഭ്യന്തരം തന്നെ വിട്ടു നൽകിയിരിക്കുകയാണ്. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെ വഹിക്കുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ധനകാര്യം മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും അല്ലെ? ധനകാര്യവും മുഖ്യമന്ത്രി ആയിരിക്കും. ആഭ്യന്തരം ചെന്നിത്തലയ്ക്കും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മുഖ്യമന്ത്രി ഭരണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആഭ്യന്തരവും മുഖ്യമന്ത്രി തന്നെ അല്ലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നിരുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ വി.ഡി. സതീശൻ എന്തായാലും ആഭ്യന്തരം വിട്ടുകൊടുത്തിട്ടുണ്ട്. അതെ, അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹവും പിടിവാശിയൊന്നും വെച്ചില്ല എന്നുള്ളൊരു കാര്യമാണ്. അതൊരു നല്ല കാര്യമാണ്. തുടക്കത്തിലുള്ള ഒരു അമർഷം, ജനങ്ങൾക്ക് മനസ്സിലുണ്ടായ ഒരു മടുപ്പിനെ അവർ മാറ്റിക്കൊണ്ടാണ് ഇപ്പൊ ഇത്തരം ഒരു തീരുമാനം മൂവരും എടുത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും ശ്രമിച്ചു. അത് വിജയകരമായി പൂർത്തിയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടാമതായി പ്രധാന തലക്കെട്ടായിട്ട് കിടക്കുന്നത് CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിശ്ചിത വിമർശനം, പിണറായിയും ഗോവിന്ദനും ഉടൻ ഒഴിയണം. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും നേരെ തിരിയുകയാണല്ലേ. നമ്മളിപ്പം ഇത്രയും നാളും പറഞ്ഞ കോൺഗ്രസിന്റെ ഉള്ളിലാണ് ഇപ്പൊ പ്രശ്നം. ഇപ്പൊ ഇടതുപക്ഷത്തിലേക്ക് പ്രശ്നം വരികയാണ്. CPIM ഒരു തോൽവി വരുമ്പോഴാണല്ലോ ഈ ഉള്ളിലുള്ള തീർച്ചയായും CPIM ഒരിക്കലും പിണറായി ഞങ്ങള് ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞിരുന്നവർ തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവര് രണ്ടുപേരാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പരാജയത്തിന് കാരണം എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയും പരാമർശങ്ങൾ വലിയ തോതിൽ പാർട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. CPI കുറച്ചു മുൻപ് ഈ ഒരു പരാജയത്തിന് ശേഷം അവര് കുറ്റാരോപിതനായി പിണറായി വിജയനെ കണ്ടപ്പോൾ CPM അവിടെ എതിർത്തിരുന്നു. ആ സമയത്ത് അവർ എതിർത്തിട്ട് പറയുന്നത്, നമ്മൾ ഒരാളെ മാത്രം ലക്ഷ്യം വെച്ച് പറയേണ്ട കാര്യമില്ല, ഇത് ഒന്നടങ്കമുള്ള പരാജയമാണ്, അല്ലാതെ അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് അന്ന് ആ ഒരു കാര്യത്തിൽ കൈത്താങ്ങായി നിന്നിട്ട് ഇപ്പോൾ CPIM അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരുടെ ആ ഒരു മനോഭാവമാണ്, അണികളോടും അതുപോലെ തന്നെ ജനങ്ങളോടുമുള്ള മനോഭാവത്തെയാണ് പാർട്ടി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതൊക്കെ മാറ്റേണ്ട കാലമായിരിക്കുന്നു. അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പാർട്ടി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞു. അവര് ധീരന്മാർ അല്ലെങ്കിൽ പിടിച്ച വാളുകളുടെ നടുവിലൂടെ നടന്നവരാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു വലിയ തോതിലുള്ള പരാജയം നേരിട്ടപ്പോഴാണ് അവര് യഥാർത്ഥ കാര്യം പുറത്തു വരുന്നത് അല്ലെങ്കിൽ പുറത്തു പറയുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത മാതൃഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിണറായി പ്രതിപക്ഷ നേതാവായത് PB-യിലെ വോട്ടെടുപ്പിൽ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പറഞ്ഞിരുന്നു, ഏകപക്ഷീയമായിട്ട് പിണറായി തിരഞ്ഞെടുക്കുമ്പോൾ പിണറായിയുടെ ഒരു ഒരു ഏകാധിപത്യ ഭരണം കൊണ്ടാണ് ചിലപ്പോൾ പിണറായി ഇതുപോലെ പ്രതിപക്ഷ നേതാവാക്കിയത് എന്ന് ഒരു വാർത്ത. പക്ഷെ എനിക്ക്
തോന്നുന്നത് അതിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കം അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനെ വരവേറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങും, അതായത് ഇടതുപക്ഷത്തിലാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഏത് പാർട്ടിയും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം. ഇവര് രണ്ടുപേരും വി.ഡി. സതീശനും പിണറായി വിജയനും ആയിരുന്നല്ലോ നേരത്തെയും പോര്. അപ്പൊ ഇത് നേരെ തിരിഞ്ഞു വന്നപ്പം ജനങ്ങൾ ഇനി എന്താണ് സംഭവിക്കുന്നത് കാണാൻ ആകാംക്ഷ വരുന്നത്. നമ്മൾ സ്വാഭാവികമായി നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. അപ്പം അതുപോലെ തന്നെ ഇപ്പോ ഇനി എന്ത് നടക്കും? പിണറായി ഇതിന് അദ്ദേഹത്തെ വി.ഡി. സതീശനെ താഴെ ഇറക്കുമോ ഈ 5 വർഷം കഴിയുമെന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം എന്താ പറയാ, അതിനെല്ലാം നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുന്നിൽ വെക്കുന്ന രീതിയിലാണ് ഇനി പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായിയെ മാറ്റുമോ എന്നൊരു ചോദ്യം എന്താ ഇപ്പോ വന്നിരിക്കുന്നത്. എന്തായാലും 17 പേരാണ് ആകെ വോട്ട് ചെയ്തത്. അതിനകത്ത് 10 പേരാണ് പിണറായി അനുകൂലിച്ചത് PB-യിൽ വെച്ച്. അതുപോലെ തന്നെ 7 പേർ അദ്ദേഹത്തെ എതിർത്തു എന്നുള്ള വാർത്തകളും വരുന്നു. അതെ, അത് ചെറിയൊരു നേരിയ വ്യത്യാസത്തിലാണ്. അപ്പം എന്തായാലും ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ എന്തായാലും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മലയാള മനോരമയിൽ കാണാൻ സാധിക്കുന്ന ഒരു ഗേറ്റ് അത് രണ്ടായിട്ട് പിളർന്നു. ഇപ്പുറത്തെ സൈഡില് പിണറായിയും ഇപ്പുറത്തെ സൈഡില് ഗോവിന്ദനും. ഇവര് രണ്ടുപേരും കാരണം ഇടതുപക്ഷം എന്നൊരു പാർട്ടിയെ തകർന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവരിവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇനി എന്ത് CPI ഒറ്റക്കെട്ടായി നിന്ന് എന്ത് തീരുമാനമെടുക്കും? പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും? ഇനി ശക്തനായ ഒരു നേതാവിനെ അവിടേക്ക് കൊണ്ടുവരുമോ, അതോ പിണറായി വിജയനെ തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ MV ഗോവിന്ദൻ ആയിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി. പക്ഷെ അദ്ദേഹത്തെ മാറ്റി ഇനി സ്വരാജിനെ കൊണ്ടുവരാനുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പം അദ്ദേഹം നല്ലൊരു നേതാവാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അതായത് പാർട്ടിയെ നോക്കുന്ന സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് വിജയകരമായിരിക്കും. 5 വർഷം കഴിയുമ്പോൾ അവർക്ക് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹവും ഒരുപാട് എതിർപ്പുകൾ നേരിട്ടല്ലോ. അതുപോലെ തന്നെ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹവും ഒരുപാട് എതിർപ്പുകൾ നേരിടുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം വി.ഡി. സതീശനെ പോലെ ഒരു അനുനയ നീക്കങ്ങൾ പിണറായിയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയൊന്നും കാണാൻ സാധ്യതയില്ല. പിണറായിയാണ്, വി.ഡി. സതീശനാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും കേരള രാഷ്ട്രീയം ഒന്നുകൂടി കൊഴുത്തു അല്ലേ? ഒന്നുകൂടെ നമ്മള് നേരെ തിരിച്ച് ഇപ്പം കോൺഗ്രസിലെ പ്രശ്നം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം വന്നു തുടങ്ങി. ഇനി ഈ പ്രശ്നങ്ങളായിരിക്കും ഇനി അടുത്ത 5 വർഷം എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും മാതൃഭൂമിയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട് പേജിൽ തന്നെയുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ജനസംഖ്യ കൂട്ടാൻ പദ്ധതിയുമായി ആന്ധ്രാപ്രദേശ് വന്നിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ 4 ആയാൽ 40,000 രൂപ വെച്ചാണ് ഒരു രക്ഷിതാക്കൾക്ക് കിട്ടുക. മൂന്നാമത്തെ കുട്ടിക്ക്, അതായത് 2 കുട്ടികൾ കഴിഞ്ഞ് മൂന്നാമതൊരു കുട്ടിയുടെ ആയി കഴിഞ്ഞാൽ 30,000 രൂപയായിരിക്കും കിട്ടുക. അപ്പം ജനസംഖ്യ വർധനവ് എന്ന് പറയുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് വളരെ ഗൗരവമായി എടുത്തിരിക്കുന്ന ഒരു വിഷയമെന്ന് വേണം പറയാൻ. അതായത് മൂന്നാമതൊരു കുഞ്ഞു പിറന്നാൽ ആന്ധ്രാപ്രദേശ് സർക്കാർ നിങ്ങൾക്ക് 30,000 രൂപ തരും. 4ാമത്തെ കുട്ടി പിറന്നാൽ 40,000 രൂപ കയ്യിൽ കിട്ടും. അതായത് ജനസംഖ്യാ നിരക്കിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കാനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഈ സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനസംഖ്യാ ഇടിവിലെ ഇത് ചെറിയ കാര്യമല്ല എന്ന് സൂചിപ്പിക്കുകയാണല്ലേ. അത്ര ആനുകൂല്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അത് സംസ്ഥാനത്തെ ആകെ ബാധിക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. പ്രധാനമായിട്ടും വയോജന നിരക്ക് കൂടി ആന്ധ്രാപ്രദേശിൽ കൂടുതലാണ്. അതുപോലെ തന്നെ യുവജന നിരക്ക് കുറവാണ്. അപ്പം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾ ഇല്ലെങ്കിൽ അവിടെ തൊഴിൽ മേഖലയിലും ഒക്കെ ഇടിവ് വലിയ രീതിയിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ടും കൂടെ ആയിരിക്കാം, അതൊരു ഭാവിയെ ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കാം സാമ്പത്തിക മാന്ദ്യം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കും. അതിനെ ചൊല്ലി ആയിരിക്കാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് നമുക്ക് ഒരു കുട്ടികളിലെ ഒരു വിഷയമായി മാറുന്നത് ഇപ്പൊ നീറ്റ് ചോദ്യപേപ്പറിലെ പ്രശ്നമാണ്. അപ്പം അതിൽ ഇപ്പം 9ാമതായിട്ട് ഒരാളെ കൂടി, ഒരു അധ്യാപികയെ കൂടി അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. ശരിക്കും എന്ത് കഷ്ടമാണല്ലേ നമ്മുടെ സമൂഹത്തിലെ. ഇപ്പം ഈ നീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ് ഇവിടെ തകർന്നടിയുന്നത്. അവർ ഒരു വട്ടം പരീക്ഷ എഴുതി, അവരെന്തോരം എഫേർട്ട് എടുത്തിട്ട്, എത്ര ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് അവർ പഠിച്ചിട്ടാണ് ആ എക്സാം എഴുതിയത്. പക്ഷെ അത് റദ്ദാക്കുമെന്ന് പറയുമ്പോൾ ഭയങ്കര വേദനാജനകമായ ഒരു കാര്യമാണ്. മാത്രമല്ല നമുക്ക് ഇപ്പം പൈസ കൊടുത്ത് സീറ്റ് വാങ്ങാൻ കേൾപ്പില്ലാത്തവർക്ക് ഇതുപോലെയുള്ള മത്സര പരീക്ഷകളാണ് അവർക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത്, സാധാരണപ്പെട്ട കുട്ടികൾക്ക്. അപ്പം അവിടെയും ഈ സാധാരണക്കാരും സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവരെ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ നടക്കുന്നത് പൈസയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് എന്ത് നേടാന്നുള്ളൊരു. അത് മാത്രമല്ല മറ്റൊരു രസകരമായ ഒരു വാർത്തയും ഇതിനിടയ്ക്ക് വന്നിരുന്നു.
വന്നിരുന്നു. അതായത് ഏതോ ഒരു മന്ത്രിയുടെ ബന്ധു ഇതുപോലെ 10 ലക്ഷം രൂപ കൊടുത്ത് നീറ്റ് ചോദ്യപേപ്പറുകൾ വാങ്ങിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ എന്നൊരു ചോദ്യമാണല്ലേ. നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ജോലി നേടാൻ കഴിയുക എന്നതാണ്. അവർക്ക് MBBS-ലേക്ക് കടക്കാൻ. അതിന് ഇത്രയും പൈസ ഉള്ളവരാണെങ്കിൽ പിന്നെ നീറ്റിന്റെ കാര്യത്തിൽ നിൽക്കുന്നത്, അവരല്ലാതെ പഠിച്ചാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ അവരെ ബാക്ക്വേർഡ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ്. അപ്പം ആ മന്ത്രിയുടെ ബന്ധു വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിന് 700 മാർക്കിൽ വെറും 108 മാർക്കാണ് കിട്ടിയത്. അതായത് ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിന് നീറ്റ് പരീക്ഷയിൽ തോറ്റുപോകുന്ന അവസ്ഥയാണ്. അപ്പോ എന്ത് പ്രഹസനമാണ്. വിജയിപ്പിച്ചാല് നാളെ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന അവസ്ഥ ഭയങ്കര, നമ്മള് എന്താ പറയാ, നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഈ കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഗവൺമെന്റുകളും എല്ലാം വ്യക്തമായിട്ടുള്ള ഒരു നടപടികൾ ഇതിനെതിരെ എടുത്തില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് സത്യം. പിന്നെ ഇതില് വേറൊരു വാർത്ത എന്താന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം, വെള്ളമാണ് വില്ലൻ എന്ന ആരോഗ്യവകുപ്പ്. മഞ്ഞപ്പിത്തം, അതായത് മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ ജില്ലയിൽ ജാഗ്രത പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. മാടപ്പള്ളി പഞ്ചായത്തിൽ മാത്രം 26 പേർക്ക് മഞ്ഞപ്പിത്തം, 8 പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. പഞ്ചായത്തിൽ വിതരണം ചെയ്ത വെള്ളത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായതെന്നാണ് വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വേനൽക്കാലമാണ്, അപ്പം ഇതുപോലെ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പടർന്നു പിടിക്കാൻ സാധ്യത വളരെ വലുതാണ്. നമ്മൾ തന്നെ അതിൽ ഒരു കൺട്രോളിങ് എല്ലാം, ഇപ്പം വെള്ളം യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ച് ലിമിറ്റ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയാണെങ്കിൽ ഇത്തരം രോഗബാധ പടരുന്നത് തടയാൻ നമുക്ക് പരമാവധി സാധിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ജാഗരൂകരായി ഇരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഇതിനെ തടയാൻ കഴിയൂ. ഇത് വന്നതിന് ശേഷം ഒരു ചികിത്സ തേടുക എന്നതിലുപരി ഇത് വരാതിരിക്കാൻ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കുക. തീർച്ചയായും അതാണ് പ്രധാനം. അത് വന്നു കഴിഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു ഇതാണ്. വരുന്നതിന് മുന്നേ ഉള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. പിന്നെ വേറൊരു വാർത്ത, നമ്മുടെ വേടന്റെ മാലയിൽ ഒരു പുലിപ്പൽ ഉണ്ടായിരുന്നല്ലോ. ആ പുലിപ്പല് വിഷയം ഇടയ്ക്ക് വെച്ച് നല്ല കത്തിക്കേറിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. വേടനെ ടാർഗറ്റ് ചെയ്ത് പല പല വിഷയങ്ങളാണ് പൊട്ടി പുറപ്പെട്ടിരുന്നു. ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണെന്ന്. എന്തായാലും തായ്ലൻഡിൽ നിന്ന് എന്തോ കടത്തിക്കൊണ്ടുവന്ന ഒരു പുലിപ്പല്ലാണെന്നാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പുലിപ്പല്ല് പോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ മാലയായിട്ട് കഴുത്തിൽ അണിയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അത് അദ്ദേഹം പുലിപ്പല്ല് വനം വകുപ്പ് കണ്ടുപിടിച്ചത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടിച്ചതിന് ശേഷം പോലീസ് നടപടിയെടുക്കാൻ പോയപ്പോൾ അതിന്റെ ദൃശ്യങ്ങളിൽ നിന്നാണ് വനം വകുപ്പ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് കിടക്കുന്നത് കാണുകയും ഈ കഞ്ചാവ് കേസിൽ നിന്ന് അനുവദീതമായ ഗ്രാമുകൾ മാത്രം സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യത്തിൽ ഇറങ്ങി ജയിലിന് വെളി വന്ന് തൊട്ടു പിന്നാലെയാണ് വനം വകുപ്പ് ജീപ്പുമായി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ അത്തരത്തിലുള്ള അപ്പൊ അങ്ങനെയുള്ളൊരു രസകരമാണെന്ന് നമ്മൾ പറയുമ്പോഴും അത് വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കഷ്ടത ഉളവാക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അന്നും വേടന്റെ ഫാൻസ് എല്ലാവരും രംഗത്ത് വന്നത് അങ്ങനെയൊന്നും അല്ല, അദ്ദേഹത്തെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് ഇപ്പം നിങ്ങൾ ആരാണെങ്കിലും ഇപ്പം തായ്ലൻഡിലൊക്കെ പോയി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടുന്ന ശ്രദ്ധിക്കണം. ഇതുപോലെ അറസ്റ്റിലാവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെയാണ്. എന്തായാലും ആ ടൈമിൽ തന്നെ നമ്മൾ വേടൻ ഫാൻസ് മറ്റൊരു കാര്യം കൂടി ഉന്നയിച്ചിരുന്നു. അതായത് സുരേഷ് ഗോപിയുടെ കഴുത്തിലും ഒരു പുലിപ്പല്ല് കണ്ടിരുന്നു. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ ഇത് വീണ്ടും ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതും അന്വേഷിക്കണം എന്നാണ്. എന്തായാലും മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി നൽകുന്ന ഒരു ഉറപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളികൾ ഉറപ്പുകൾ ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹം പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഏകദേശം 5ഓളം ഗ്യാരണ്ടികൾ അദ്ദേഹം നൽകിയിരുന്നു ഇലക്ഷൻ സംബന്ധിച്ച്. അതായത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, ഉമ്മൻചാണ്ടിയുടെ പേരിൽ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ തന്നെ യുവ സംരംഭകരെ ലക്ഷ്യമിട്ട് 5 ലക്ഷം രൂപ നൽകുന്നു. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി വയോജന വകുപ്പ്. അങ്ങനെ 5ഓളം പദ്ധതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന ഒരു വാഗ്ദാനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും ഒന്നും മറന്നിട്ടില്ല, തന്നതൊന്നും മറന്നിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. അദ്ദേഹം വാക്ക് പാലിക്കുക എന്നുള്ളൊരു കാര്യമാണ്.
തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഇപ്പോൾ UDF-ന്റെ ആരോപണം. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി LDF-ന്റെ മുൻ ധനകാര്യമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 6000 കോടി രൂപയോളം ഖജനാവിൽ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഈ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. ഇവര് ഭരണത്തിലേറിയാൽ തന്നെ ഖജനാവ് കാലിയാണെന്നുള്ളൊരു കാര്യം ഉന്നയിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കറക്റ്റ് കണക്കുകൾ എടുത്തിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം ഇത് നിറച്ചും കടമാണ്. ഇവര് പലയിടത്തുനിന്ന് കടം എടുത്തിട്ടുണ്ട്, കടം കൊടുക്കാനുള്ള പൈസ ഖജനാവിലുള്ളൂ എന്നുള്ളത് മിക്കവാറും നിങ്ങൾ തന്ന ഗ്യാരണ്ടികൾ അല്ലെ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആണ് എന്നുള്ളൊരു കാര്യം. അത് ഇത് തന്നെയാണ് തമിഴ്നാട്ടിലെ അധികാരത്തിലേറെ വിജയും ഏതാണ്ട് ഇതേപോലൊരു ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമൊക്കെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ്, ഇനി നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ച് VD സതീശൻ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. അടുത്ത 5 വർഷം കൂടെ ഉറപ്പിക്കാം. അതെ, തീർച്ചയായും. വേറൊരു വാർത്ത എന്താന്ന് വെച്ചാൽ ഇന്ത്യ കാണുന്നത് വലിയ സ്വപ്നങ്ങളെന്ന് മോദി. അവസരങ്ങളുടെ നാടാണിപ്പോൾ ഇന്ത്യയെന്നും രാജ്യം മുൻപെങ്ങും ഉണ്ടാകാത്തതുപോലെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വലിയ സ്വപ്നങ്ങൾ കാണുകയാണെന്നും ഇന്ത്യൻ യുവത്വം ആകാശത്തോളം വളരാൻ ആഗ്രഹിക്കുന്നുവെന്നും നെതർലാൻഡ് തലസ്ഥാനമായ ഹെഗിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത മോദി പറഞ്ഞു. നമ്മുടെ ഇന്ത്യ ഇനിയും പുരോഗമിക്കണം, ഡെവലപ്മെന്റ്സ് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് മോദി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതൊക്കെ നടപ്പിലാക്കും. അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. എന്തായാലും UP പോലെയും മറ്റു സംസ്ഥാനങ്ങൾ പോലെയൊന്നും ആവാതിരിക്കട്ടെ. മൊത്തത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന് ഇന്ത്യയെ വേറെ അദ്ദേഹം സ്വപ്നം കാണുന്ന പോലെ ഇന്ത്യക്ക് മാറ്റാൻ സാധിക്കട്ടെ. നെതർലൻഡുകാരോട് അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നെതർലൻഡുകാരെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ശബരിമലയിലെ പൂജയുടെ പേരിലും കൊള്ള എന്ന് പറയുന്ന വാർത്തയാണ് വരുന്നത്. അതായത് മറിഞ്ഞത് കോടികൾ എന്നാണ് പറയുന്നത്. അപ്പം സ്വർണം മാത്രമല്ല, പൂജയുടെ പേരിലും ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. വിജിലൻസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുടെ അലയൊലികൾ അടങ്ങും മുമ്പ് ശബരിമലയിൽ വരുന്നത് പൂജയുടെ പേരിലുള്ള പേരും കൊള്ളയുടെ വിവരമാണ്. അതായത് ദേവസ്വം വിജിലൻസ് ആണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ചുരുങ്ങിയത് 10 വർഷമായി നടക്കുന്ന ഈ കൊള്ളയിലെ പ്രധാന കണ്ണി അതത് കാലങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അല്ലേ, തീർത്ഥാടകരുടെ ഒരു പുണ്യ കേന്ദ്രമായി ഇരുന്നൊരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അടിമുടി കൊള്ളകളും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതി, അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ശബരിമലയിലെ പ്രവർത്തിക്കുന്ന, അതായത് വിശ്വാസികളായിട്ടുള്ളവരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ത് ഇൻഫ്ലുവൻസിന്റെ പേരിലാണെങ്കിൽ പോലും അവർക്ക് എന്തൊക്കെ ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നെങ്കിൽ പോലും അവർ ഇത്തരം പ്രവണതകൾ ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസം, അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവർ ഇതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതെ, എന്തായാലും ചിലപ്പോൾ അവരൊക്കെ തന്നെ ആയിരിക്കാം ഏറ്റവും വലിയ നിരീശ്വരവാദികളല്ലേ. അവർക്ക് ഉറപ്പായതുകൊണ്ടാണല്ലോ അവരെന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. എന്തായാലും ഹൈക്കോടതി വിലക്കിയ ആളിന്റെ സൗജന്യം തട്ടിപ്പിന് മറയായി എന്നാണ് പറയുന്നത്. അതായത് ശബരിമലയിലെ അനധികൃത ഇടപെടലിന്റെ പേരിൽ 3 വർഷം മുമ്പ് ഹൈക്കോടതി വിലക്കിയ കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽ കുമാറാണ് 10 വർഷത്തിലേറെയായി ശബരിമലയിലെ നിത്യപൂജയ്ക്ക് സാധനങ്ങൾ വാങ്ങി നൽകുന്നത്. അപ്പം ഇതിന്റെ മറവിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പം ഹൈക്കോടതി എന്തായാലും അല്ലെങ്കിൽ നിയമപരമായി വിലക്കുള്ള ഒരാള് വീണ്ടും ഈ ശബരിമലയിൽ വരിക, അല്ലെങ്കിൽ അവിടുത്തെ പൂജാ സാധനങ്ങൾക്ക് പൈസ ചെലവാക്കുക, അതിന്റെ മറവിൽ ഒരു തട്ടിപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നത്, ഇതിന് ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റുകൾ കണ്ണടയ്ക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഉയരുന്നു. കണ്ണടച്ചിരുന്നു എന്നാണല്ലോ പറയാം. അപ്പൊ UDF അധികാരത്തിൽ വന്നുകൊണ്ട് ഇനി മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരും. അദ്ദേഹം ഇതിന് VD സതീശൻ ലീഡർഷിപ്പ് വഹിച്ച് തന്നെ ഇതിന്റെ പിന്നിലുള്ള ശബരിമലക്കുള്ള സ്വർണ്ണക്കൊള്ള വിഷയത്തില് ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ദീപിക പത്രത്തില് ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്. കാലവർഷം 26-ന് കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ കാലവർഷം 26 സംസ്ഥാനത്ത് പെയ്തു തുടങ്ങാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അന്തരീക്ഷ സാഹചര്യങ്ങൾ അനുകൂലമായി തുടർന്നാൽ 22-ന് തന്നെ കാലവർഷം പെയ്തു തുടങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ 26-ന് തന്നെ കാലവർഷം സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്.
നമ്മൾ വിചാരിച്ചോ ഇനി വേനൽക്കാലം ആവോ, ഇനി ജൂൺ എല്ലാ പ്രാവശ്യത്തെയും തെറ്റിച്ചുകൊണ്ട് ഇനി ജൂണിലും വേനൽക്കാലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ, മഴയും കുട മേടിക്കുന്നതൊക്കെ വെറുതെ ആവും കുട്ടികളെ എന്നുള്ളൊരു കാര്യമായിരുന്നു. വ്യാപാരികള് കൊടയാണെങ്കിലും വ്യാപാരികൾക്ക് ഇക്കാര്യത്തിൽ നല്ല ലാഭം കിട്ടിയെന്നുള്ളതാണ്. കാലവർഷം എടുക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ലാഭം കൊയ്തു തുടങ്ങി. എന്തായാലും അവർക്ക് ലാഭം തന്നെയാണ് അല്ലേ. എന്തായാലും മഴയുടെ കൂടെ എന്തായാലും ഇന്നലെ പറഞ്ഞതുപോലെ ഇടിയും വരുന്നുണ്ട്, ഇടിയും മിന്നൽ പോലെയുള്ള അപകടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ചൂടൊക്കെ കഴിഞ്ഞ ഒരു ആശ്വാസത്തിന് മഴ കൊള്ളാൻ ഇറങ്ങുമ്പോൾ എന്തായാലും ഇടിയും സൂക്ഷിക്കണം എന്ന് ഇപ്പൊ തന്നെ 4 വിദ്യാർത്ഥികൾ ഈ ഇടയ്ക്ക് മരിച്ചിരുന്നു. അപ്പൊ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മഴയത്ത് ഇറങ്ങാനും ആസ്വദിക്കാനും ഒക്കെ. ഇപ്പോൾ മാതൃഭൂമിയുടെ ബിസിനസ് കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ചരക്ക് നീക്കത്തിൽ കേന്ദ്ര റാങ്കിങ്ങിൽ കേരളത്തിന് മുന്നേറ്റം എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കാരണം ചരക്ക് നീക്കമല്ല ഇപ്പം മൊത്തത്തിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ തുറമുഖം വഴിയുള്ള ചരക്ക് നീക്കങ്ങളെല്ലാം മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കേരളത്തിനൊരു മുന്നേറ്റം. അതിന് പ്രധാന കാരണം ചിലപ്പോൾ വിഴിഞ്ഞം തന്നെയായിരിക്കും അല്ലേ. വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറിയത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറിയത് കൊണ്ട് തന്നെ ചരക്ക് നീക്കം ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വഴിയാണ്. അതുകൊണ്ടാണ് ഈ കേന്ദ്ര റാങ്കിങ്ങിൽ നമ്മുടെ കേരളത്തിന് വലിയൊരു മുന്നേറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ ദീപികയിലേക്ക് വരികയാണെങ്കിൽ മാലദ്വീപിൽ ആഴക്കടൽ ഗവേഷണത്തിനിടെ 5 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർക്ക് ദാരുണാന്ത്യം എന്നുള്ളൊരു വാർത്തയാണ്. മാലദ്വീപിൽ സമുദ്രാന്തർ ഭാഗത്തെ ഗുഹയിൽ ഗവേഷണം നടത്തുന്നതിനിടെ സമുദ്ര പരിസ്ഥിതി ശാസ്ത്രജ്ഞരും മുങ്ങൽ വിദഗ്ധരുമായ 5 ഇറ്റാലിയൻ പൗരന്മാർക്ക് ദാരുണാന്ത്യം. ജനോവ സർവകലാശാലയിലെ സമുദ്ര പരിസ്ഥിതി ശാസ്ത്രജ്ഞയും പ്രൊഫസറുമായ ഡോക്ടർ മോനിക്ക മകളും ഗവേഷക വിദ്യാർത്ഥിയുമായ ജോർജിയ സോമിക്കൽ, സംഘത്തിലെ മറ്റ് ഗവേഷകരായ ഫെഡറിക്കോ മുറിയൽ ഒഡനിനോ, ജിയാൻലൂക്ക എന്നിവരാണ് മരിച്ചത്. അപ്പം 5 ശാസ്ത്രജ്ഞർ ഇതിൽ അവർക്ക് ദാരുണാന്ത്യം എന്നുള്ളൊരു വാർത്തയാണ്. നമ്മൾ സ്കൂബ ഡൈവിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എല്ലാം കുറച്ച് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ശാസ്ത്രജ്ഞർ ഇവർക്ക് മുങ്ങൽ വിദഗ്ധരായിട്ട് പോലും ഇത്തരം അപകടങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. വളരെ വേദനാജനകമായൊരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ട്രാക്ക് നവീകരണം, ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ. എറണാകുളം ജംഗ്ഷൻ, കളമശ്ശേരി റെയിൽവേ യാർഡുകളിൽ ട്രാക്ക് നവീകരണവും അറ്റകുറ്റപ്പണികളും നടക്കുന്നതിനാൽ വിവിധ ട്രെയിൻ സർവീസുകൾക്ക് റെയിൽവേ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളമശ്ശേരി യാർഡിലെ ജോലികൾ പ്രമാണിച്ച് ഇന്നാണ് പ്രധാനമായും സമയമാറ്റം ഉണ്ടാകുക. അപ്പം ട്രെയിന് ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്, അത് സമയമാറ്റം. അപ്പം ട്രെയിൻ യാത്രയൊക്കെ ചെയ്യാനിരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം. മാറ്റങ്ങൾ, അതായത് സമയമാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം യാത്ര. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത നോക്കേണ്ടത്, അതായത് മിൽമ പാലിന് ലിറ്ററിന് ഇനി 56 രൂപയാണ് വർധനവ് വരുന്നത്. അത് വർധനവ് 21 മുതൽ മെയ് 21 വരെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ചായ കുടിക്കുന്നവർക്കൊക്കെ ഇനി വില കൂടും അല്ലേ? അതെ, ചായക്കൊക്കെ വില കൂടി തുടങ്ങിയല്ലോ. 16 രൂപയാണ് ഇനി ചായക്ക്. എല്ലാം പൊതുവേ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിനും വില കൂടി. അതെ, ഇപ്പോൾ മിൽമ കമ്പനിയും വില കൂട്ടുന്നതോടെ വലിയ രീതിയിൽ തന്നെ ചായയുടെ വില വർദ്ധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളികൾക്ക് ചായ ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും അധിക വില കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റൊരു വാർത്ത 182 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടി എന്നുള്ളൊരു കാര്യമാണ്. ഗൾഫിലേക്ക് കടത്താൻ ലക്ഷ്യമിട്ട 182 കോടി രൂപയുടെ ജിഹാദി മയക്കുമരുന്ന് എന്നറിയപ്പെടുന്ന നിരോധിത ക്യാപ്റ്റൻ ഗൺ മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തു നിന്നും ഡൽഹി സരായിൽ നിന്നുമാണ് ലഹരി മരുന്ന് പിടികൂടിയത്. മയക്കുമരുന്ന് കടത്തിയ വിദേശ പൗരനെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞു. അപ്പം പല രീതിയിൽ ഇത് മയക്കുമരുന്ന് കടത്തുന്ന ഒരു പ്രവണതയാണ്. എന്തൊക്കെ UDF കുറച്ച് കാര്യങ്ങൾ ഇനി UDF ഭരണത്തിൽ കയറി ഇനി ഇക്കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഗൗരവം അവർ കാണിക്കണം എന്നുള്ളൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയൊരു കാര്യമായി നമുക്ക് നിസ്സാരവൽക്കരിച്ചതിനെ കാണാൻ സാധിക്കില്ല. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ മൊത്തത്തിൽ ഇതിനെയൊക്കെ തടയിടണം. ഇതിന് വേണ്ടിയിട്ട് തക്കതായ കർശന നിയമങ്ങൾ കൊണ്ടുവരണം. ഇതിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒരു എന്താ പറയാ വ്യക്തമായ ശിക്ഷ നൽകണം എന്നുള്ളൊരു കാര്യമാണ്.
അതുപോലെ തന്നെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ കർണാടകത്തിൽ വീണ്ടും അധികാര പോരെന്ന് പറയുന്ന വാർത്തയാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അധികാര പോരുകൾ നടക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അതായത് DK എന്ന് പറയുന്ന, അതായത് അടുത്ത മുഖ്യമന്ത്രി DK ബോസ് എന്ന് എഴുതിയ കൈമുറിച്ചും കട്ടൗട്ടുകൾ സ്ഥാപിച്ചും DK ശിവകുമാറിന്റെ ജന്മദിനാഘോഷം അണികൾ ആവേശമാക്കിയതോടെ കോൺഗ്രസിൽ വീണ്ടും ഒരു അധികാര പോരിന് തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസിലെ ഒരു നേതാവായിട്ടുള്ള DK ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം ആകണം ഇനി അടുത്ത കർണാടക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരാധകർ ഒരു പോരിന് തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അത് കർണാടകത്തിലെ കോൺഗ്രസിൽ ഒരു വലിയൊരു അധികാര പോരിന് കാരണമായിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും അതെ ഇലക്ഷൻ കഴിഞ്ഞതോടെ ഇനിയിപ്പോൾ അധികാര പോരുകളും മുഖ്യമന്ത്രിക്കായുള്ള അടിപിടികളും എല്ലാം നമ്മൾ ഇനി കാണേണ്ടി വരുമെന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ കാര്യം ഒരു തീരുമാനമായി. അതെ, ഇവിടുത്തെ തീരുമാനമായപ്പോൾ അടുത്ത സംസ്ഥാനങ്ങളിൽ തുടർന്നു. അതിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഭ്യന്തരവും ധനവകുപ്പും മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. ബാക്കി ഏതൊക്കെ മേഖലകൾ ആർക്കൊക്കെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതെന്തായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞേ തീരുമാനമാവുകയുള്ളൂ. എന്തായാലും മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം എന്തായാലും ഉറപ്പായിട്ടുണ്ട്. ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കാം, ചിലപ്പോൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയായിരിക്കും മുസ്ലിം ലീഗിന് കിട്ടിയിരിക്കുക. കായികത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗുജറാത്തിനെ 29 റൺസിന് തോൽപ്പിച്ച് കൊൽക്കത്ത പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് പട്ടികയിൽ ഏകദേശം ഒരു 5ാം സ്ഥാനത്തിന് താഴെ ഏകദേശം 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് കൊൽക്കത്ത. അപ്പം ഈ ഒരു മത്സരത്തിലെ വിജയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ പ്ലേ ഓഫ് സാധ്യതകളെ നിലനിർത്തുന്ന ഒരു മത്സരം തന്നെയാണ്. അപ്പം എന്തായാലും ഗുജറാത്തിനെയാണ് കൊൽക്കത്ത തോൽപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ഏകദേശം 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത് പോയിന്റ് പട്ടികയിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലേ ഓഫ് പട്ടികയെ വളരെയധികം ബാധിക്കുന്ന ഒരു തോൽവി തന്നെയായിരിക്കും ഇത്. കാരണം ഇനിയുള്ള വരും മത്സരങ്ങളെല്ലാം വളരെ നിർണായകരമാണ് IPL. കാരണം ഏതെങ്കിലും ഒരു ടീം, അതായത് താഴെ സ്ഥാനത്തുള്ള ടീം ആയാൽ പോലും അവർ ഈ പ്ലേ ഓഫ് മത്സരങ്ങളിൽ അല്ലെങ്കിൽ പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കുന്ന മത്സരങ്ങളിൽ അവർ നല്ലതുപോലെ കളിക്കുകയാണെങ്കിൽ, പോയിന്റ് പട്ടികയിൽ മുകളിൽ നിൽക്കുന്ന ടീം ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തോൽവികൾ ഒരേ രീതിയിൽ അവർ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. അപ്പോൾ എന്തായാലും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന കളികൾ കരുതി കളിക്കേണ്ട കളികളാണ്. അപ്പോൾ അവയെല്ലാം അങ്ങനെ കളിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഫിൻ അലനാണ് 35 പന്തിൽ 93 റൺസ് എടുത്ത് കൊൽക്കത്തയെ ഒരു വിജയം, അല്ലെങ്കിൽ കൊൽക്കത്തയ്ക്ക് അർഹിച്ച വിജയം അവർക്ക് നേടിക്കൊടുത്തത്. എന്തായാലും ഗുജറാത്തിന്റെ ശുഭമാൻ ഗില്ലിന്റെ 49 പന്തിൽ 85 റൺസ് എന്ന് പറയുന്ന ഒരു മികച്ച സ്കോറും അദ്ദേഹം എടുത്തെങ്കിലും അത് സത്യം പറഞ്ഞാൽ ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. അത് ഗുജറാത്തിന് യാതൊരു ഗുണവും ചെയ്തില്ല എന്ന് വേണം പറയാൻ. അപ്പം ഇത്രയുമാണ് സ്പോർട്സിൽ. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയെ വീഴ്ത്തി മാഞ്ചസ്റ്റർ സിറ്റിക്ക് കപ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ കപ്പടിച്ച് സിറ്റി എന്നുള്ളൊരു തലവാചകത്തോടെയാണ് സ്പോർട്സ് പേജിൽ അത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇംഗ്ലീഷ് FA കപ്പിൽ അവർ വീണ്ടും സിറ്റി മുത്തമിട്ടിരിക്കുകയാണ്. കപ്പിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവർ ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 8ാം തവണയാണ് സിറ്റി കപ്പ് അടിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പോർട്സ് ന്യൂസ് എന്ന് പറയുന്നത്. ഇതിലെ ഒരു ചെറിയ വാർത്തയാണ്. 2020 ക്രിക്കറ്റ് ലീഗുമായി സൗദി. യുവരാജ് സിംഗ് ബ്രാൻഡ് അംബാസിഡറാണ്. ഫുട്ബോളിന് പിന്നാലെ ക്രിക്കറ്റിലും കളം പിടിക്കാൻ സൗദി അറേബ്യ. മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗിനെ ബ്രാൻഡ് അംബാസിഡറാക്കി സൗദി അറേബ്യ ആദ്യ പ്രൊഫഷണൽ 2020 ക്രിക്കറ്റ് ലീഗ് പ്രഖ്യാപിച്ചു. അപ്പം ഇങ്ങനൊരു വാർത്തയാണ്, ഇതിലൊരു ചെറിയ വാർത്തയാണ്. അപ്പം സൗദി അറേബ്യയും ഇതിന്റെ ഭാഗമാകാൻ കളം പിടിക്കാൻ ഒരുങ്ങി എന്നുള്ളൊരു വാർത്തയാണ്. ഗൾഫ് രാജ്യങ്ങൾ വളരെ അല്ലെങ്കിൽ ഒരുപാട് സ്പോർട്സ് മേഖലയിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതിനകത്ത്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ F1 ഫോർമുല മത്സരങ്ങളിലും ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു. ഇപ്പം അവർ വീണ്ടും ക്രിക്കറ്റിലേക്കും കൂടെ കടന്നിരിക്കുക എന്നുള്ള വാർത്തയാണ്. അപ്പം ഇന്നത്തെ വാർത്ത നമ്മൾ ഏകദേശം എല്ലാം വിശകലനം ചെയ്തു കഴിഞ്ഞു. അപ്പം നാളത്തെ വാർത്തകളുമായി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം.